സോ നമ്മൾ പറഞ്ഞു നമുക്ക് 34ഓളം ടോട്ടൽ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകൾ ഈ വേൾഡിൽ മൊത്തമായിട്ട് നമുക്കുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ എല്ലാ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെയും നമ്മൾ ഒരുമിച്ചെടുത്ത് നോക്കിയാലും നമ്മുടെ എർത്തിൻ്റെ ലാൻഡ് ഏരിയയുടെ വെറും 2% താഴെ മാത്രമേ ഇത് കാണപ്പെടുന്നുള്ളൂ. സോ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ നമ്പർ ഓഫ് സ്പീഷീസ്, എത്രത്തോളം സ്പീഷീസുകൾ ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിൽ കാണപ്പെടുന്നു എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് അത്രയധികം നമ്പർ ഓഫ് സ്പീഷീസ് ഇത്രയും കുറച്ച് ഒരു ഏരിയയിലാണ് തിങ്ങി നിറഞ്ഞ് പാർക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സ്പീഷീസുകളെ, ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളിലുള്ള സ്പീഷീസുകളെ നമ്മൾ സ്ട്രിക്റ്റായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെ വളരെ സ്ട്രിക്റ്റായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഭാവിയിൽ വരുന്ന ആ എക്സ്റ്റിങ്ഷനെ, ഈ വംശനാശത്തെ മിനിമം ഒരു 30% കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ഓൺഗോയിങ് എക്സ്റ്റിങ്ഷൻസിനെ ഓൾമോസ്റ്റ് 30% റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ നിലവിലുള്ള ഈ ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളെ തീർച്ചയായിട്ടും നല്ല സ്ട്രിക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ ഇക്കോളജിക്കലി ഒരു യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി റിച്ച് റീജിയൻസുകളെയൊക്കെ നമ്മൾ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻ ഇന്ത്യ ഇക്കോളജിക്കലി യുണീക്ക് ആൻഡ് ബയോഡൈവേഴ്സിറ്റി റിച്ച് റീജിയൻസ്, ഇക്കോളജിക്കലി യുണീക്ക് ആയിട്ടുള്ളതും അതുപോലെ ബയോഡൈവേഴ്സിറ്റി ഒരുപാടുള്ള ആ റിച്ച് റീജിയൻസിനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്തത് ബയോസ്ഫിയർ റിസർവ് ഫോമിലും അതുപോലെ നാഷണൽ പാർക്ക് ഫോമിലും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും എന്ന ഫോമിലുമാണ്. സോ നമ്മുടെ ലീഗലി പ്രൊട്ടക്ഷൻസ് ബയോസ്ഫിയർ റിസർവ്സുകളും നാഷണൽ പാർക്കുകളും വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ആണ്. സോ നമുക്ക് നിലവിൽ ബയോസ്ഫിയർ റിസർവുകൾ 14 എണ്ണം, അതുപോലെ തന്നെ നാഷണൽ പാർക്കുകൾ 90 എണ്ണം 90, അതുപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് 448 448. ഇത്ര എണ്ണമാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി റിച്ച് റീജിയൻസൊക്കെ ലീഗലി പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞു ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ബയോസ്ഫിയർ റിസർവിൽ ഹൈ റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സോ ഈ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൾച്ചറൽ ട്രഡീഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ പ്രകൃതിനെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. സോ ഇതുപോലെ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് കൾച്ചറുകൾ ഈ ഫോറസ്റ്റ് ഏരിയനെ അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സ്വാഭാവികതയോടും കൂടി അതിൻ്റെ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, ഒരു നാശവും വരാണ്ട്. അത് നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ സേക്രഡ് ഗ്രൂവ്സുകൾ എന്ന് പറയുന്നത്. സോ പാമ്പൻ കാവ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഹിന്ദു ട്രഡീഷനിലൊക്കെ. അങ്ങനത്തെ സേക്രഡ് ഗ്രൂവുകളാണ് നമ്മൾ പറയുന്നത്. സോ അതുപോലത്തെ സേക്രഡ് ഗ്രൂവുകൾ കാരണം നമ്മുടെ ഈ ബയോഡൈവേഴ്സിറ്റി ഒരുപാട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുണ്ട്. ബിക്കോസ് ആ ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ആ അത്രയും ഏരിയനെ അതുപോലെ തന്നെ അതിലുള്ള ഒരു ജീവജാലങ്ങൾക്കും ഒട്ടും തന്നെ കേടുവരാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ സേക്രഡ് ഗ്രൂവുകൾക്ക് കുറച്ച് എക്സാമ്പിളുകളാണ് പറയുന്നത്. ഖാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, ഖാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, അതുപോലെ ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, വെസ്റ്റേൺ ഘട്ട് റീജിയൻസ് ഓഫ് കർണാടക, മഹാരാഷ്ട്ര ആൻഡ് സർഗുജ, ചാൻഡ ആൻഡ് ബസ്താർ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ്. ഇത്രയാണ് നമ്മൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആക്കി വെച്ചിട്ടുള്ള സേക്രഡ് ഗ്രൂവ്. അത് നമ്മുടെ കൾച്ചറിൻ്റെ അല്ലെങ്കിൽ ട്രഡീഷണൽ ആസ്പെക്റ്റുകളുടെ ഭാഗമായിട്ട് എന്തിൻ്റെ ഭാഗമായിക്കോട്ടെ അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾ ബയോഡൈവേഴ്സിറ്റീനെ കൂടി കൺസേർവ് ചെയ്യണം. ഈ ബയോഡൈവേഴ്സിറ്റീനെ നമ്മൾ ഏത് രീതിയിലാണ് കൺസേർവ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞ ഇൻസിറ്റു കൺസർവേഷൻ. അതിലുള്ള ഇക്കോസിസ്റ്റത്തിലെ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ സ്പീഷീസിനെ കൺസേർവ് ചെയ്യണമെങ്കിൽ ആ എൻറ്റയർ ഇക്കോസിസ്റ്റത്തിനെ നമ്മൾ കൺസേർവ് ചെയ്യുകയാണെങ്കിലാണ് നമ്മളതിനെ പറഞ്ഞത് ഇൻസിറ്റു കൺസർവേഷൻ അഥവാ ഓൺ സൈറ്റ് കൺസർവേഷൻ. സോ ഒരിക്കൽ കൂടി പറയാം സേക്രഡ് ഗ്രൂവുകൾക്ക് എക്സാമ്പിൾ: ഖാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, വെസ്റ്റേൺ ഘട്ട് റീജിയൻസ് ഓഫ് കർണാടക, മഹാരാഷ്ട്ര ആൻഡ് സർഗുജ, ചാൻഡ ആൻഡ് ബസ്റ്റാർ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ്. ഇതിൽ തന്നെ നമ്മുടെ മേഘാലയയിൽ കാണപ്പെടുന്ന സേക്രഡ് ഗ്രൂവുകൾ എന്ന് പറയുന്നത് ഒരു
അഭയകേന്ദ്രമാണ്. ഒരുപാട് ത്രെട്ടനിങ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകൾക്ക് ഒരു അഭയകേന്ദ്രമാണ് ഈ പറഞ്ഞ മേഘാലയയിലുള്ള സേക്രഡ് ഗ്രൂവുകൾ. സോ മേഘാലയയിൽ കാണുന്ന സേക്രഡ് ഗ്രൂവ് ദാറ്റ് ആർ റെഫ്യൂജീസ് ഫോർ ത്രെട്ടൻഡ് പ്ലാന്റ്സ്. ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ത്രെട്ടനിങ് പ്ലാന്റ്സുകളുണ്ട്. അവർക്കൊക്കെ ഒരു ഫൈനലായിട്ടുള്ള ഒരു അഭയകേന്ദ്രം എന്ന് നമുക്ക് വേണമെങ്കിൽ മേഘാലയയിലെ സേക്രഡ് ഗ്രൂവുകളെ കുറിച്ച് പറയാം.